ഇങ്ങനെ വെറുതെ ഇരിക്കും ജസ്റ്റ് റാൻഡം ആയിട്ട് ഈ എടുത്ത് കണ്ട ഒരു പടമാണ് ഇടിയൻ ചന്തു. ആൻഡ് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് ഉള്ള സിനിമയാണ് ഞാനിപ്പോൾ കണ്ടത് എന്ന്. ഇടിയൻ ചന്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കും ഇടി കൊടുക്കുന്നതാണ്, പക്ഷേ ഇവനാണെങ്കിൽ കൊടുക്കുന്ന ഇടീനെക്കാട്ട് കൂടുതൽ തിരിച്ചു വാങ്ങും. ചെറുപ്പത്തിൽ നാട്ടിലെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ഇടി, വലുതായപ്പോൾ സ്കൂളിലെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ഇടി, എന്തിനു സ്കൂളിലെ ടീച്ചറുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു ഇടി വാങ്ങിക്കും. എന്തായാലും ഈ പടം തുടങ്ങുന്ന ഇടിയൻ ചന്തുവിന്റെ ചെറുപ്പത്തിൽ നിന്നാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിയുടെ അച്ഛനെ കാണിക്കുന്നുണ്ട്, ഇടിയൻ ചന്ദ്രൻ. പുള്ളി പക്ഷെ ഇവനെ പോലെ ഒന്നല്ല, ഇടിയൊക്കെ കൊടുക്കും, മാസാണ്. ഒരു 10-15 ഗുണ്ടകൾ വാളൊക്കെ ആയിട്ട് വെട്ടാൻ വന്നവരെ പുള്ളി പറയും. അങ്ങനെ ഈ പുള്ളി മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഭയങ്കര സങ്കടമാവും. എന്നിട്ട് ഈ സങ്കടത്തോടെ ചെന്നിട്ട് നാട്ടുകാരൊക്കെ ഇടിയൻ ചന്ദ്രന്റെ ഭാര്യയോട് പോയിട്ട് പറയും, അതേ മോളെ, ഞങ്ങൾക്ക് ചന്ദ്രനെ കുറിച്ച് കാശ് വരാനുണ്ട്, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? ഡേ ഈ പുള്ളിയാണെങ്കിൽ മരിച്ചിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. പക്ഷേ ബിസിനസ് മൈൻഡായ ആൻഡ്രൂ ടൈറ്റിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ചന്തുവിന്റെ അമ്മ ആ ആദരാഞ്ജലികൾ നേരെ തിരിച്ചു വെച്ചിട്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നാട്ടുകാർക്ക് ശരിക്കും ഭയങ്കര സങ്കടം. എന്നിട്ട് ഈ നാട്ടുകാർക്ക് കൂടെ പോയിട്ട് പറയും, ഇവിടുത്തെ നാട്ടുകാരും കുറച്ച് ബിസിനസ് മൈൻഡഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛന്റെ മരണത്തിന് ശേഷം ഇടിയൻ ചന്തു കുറച്ചുകൂടെ ആരെങ്കിലും അടിച്ചാലും അങ്ങ് തിരിച്ചടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ നാട്ടിലൊരു പോലീസുകാരൻ വന്നിട്ട് പറയും, ഈ തല്ലും കേസ് ഉണ്ടാക്കണ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിയേക്കണം, അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ അതേ ഗതി നിനക്കും വരും. അങ്ങനെ ഈ ഉപദേശമൊക്കെ കേട്ടിട്ട് ചന്തു ഇനി ആരെയും അടിക്കണ്ടെന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഇയാൾ തന്നെ വന്നിട്ട് പറയും, ഒന്നല്ലെങ്കിലും നീ നാളെ ഒരു പോലീസുകാരനാവണ്ടല്ലടാ, എപ്പോഴും ഇങ്ങനെ നാട്ടിൽ നിന്ന് ധർമ്മം മേടിച്ചാ ഒരു വില ഉണ്ടാവൂലട്ടാ. അങ്ങനെ പിന്നെ കുറെ കാലൊക്കെ കഴിഞ്ഞ് ഇടിയൻ ചന്തു +2 പഠിക്കാൻ പോകുന്ന തൊട്ടിട്ടാണ് കഥയൊന്ന് മര്യാദയ്ക്ക് സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ എന്തായാലും പുതിയ സ്കൂളിലൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പേരും സ്ഥലവും ഒക്കെ ചോദിക്കുമല്ലോ, അതേപോലെ തന്നെ ഇടിയൻ ചന്തുവിനോടും ചോദിക്കും. വീട് എവിടെ? കൊച്ചിയിലാണ്, പള്ളുരുത്തി. കൊച്ചി. കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? എന്റെ കണ്ണു നിൽപ്പുണ്ടല്ലോ. അങ്ങനെ സ്ഥലം കൊച്ചിയാ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവന്റെ പോക്കറ്റും ഷൂസും സോക്സും അടക്കം ടീച്ചർ ചെക്ക് ചെയ്യും. അപ്പൊ സ്ഥലം കണ്ണൂരായിരുന്നെങ്കിലോ? നീ എവിടെയാ ബോംബ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് വിട്. അപ്പൊ സ്ഥലം കോഴിക്കോടായിരുന്നെങ്കിലോ? സ്വർണം കടത്തണ മാതിരിയാണ് പല ദ്വാരങ്ങളെ ഒരു സാധനം വെക്കണത്. ടീച്ചർ എല്ലാ ദൂരം പരിശോധിച്ചിട്ട് വിട്ടാൽ മതി. ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്കർ. ഇത് മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ പറ. ഇത് കിഡ്സ് ഫ്രണ്ട്ലി ചാനലാണ്. ഇടിയൻ ചന്തു സ്പൈഡർമാൻ ആണ്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാ, പുള്ളി ശരിക്കും സ്പൈഡർമാൻ ആണ്. അങ്ങനെ ഈ സൂപ്പർ ഹീറോ സീൻസിനൊക്കെ ശേഷമാണ് മാസ് വില്ലന്റെ ഇൻട്രോ. പുള്ളിയും പുള്ളിയുടെ ഗുണ്ടകളാണെങ്കിൽ ചന്തുവിനേക്കാൾ വലിയ കോമഡി പീസാണ്. ആദ്യം തന്നെ ചന്തു ഇവനടിച്ച് കിണറ്റിലിടും, എന്നിട്ട് പഴക്കം കൊണ്ടടിയിട്ടും, എന്തിന് മീൻ കൊണ്ടുവരും ഇവന്മാർക്ക് അടിയിട്ടും. പക്ഷെ എന്നാലും പുള്ളിക്ക് മാസിനൊന്നും ഒരു കുറവില്ല. അങ്ങനെ ബൈക്കിൽ തലയിടിഞ്ഞൊക്കെ വന്നിട്ട് ഈ പാവം മനുഷ്യൻ ഈ പടത്തിലെ 50% പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീർക്കും. പടത്തിലെ മോസ്റ്റ് വെറുപ്പിക്കൽ ക്യാരക്ടറിനെ അങ്ങ് കൊല്ലും. താങ്ക്സ് മാൻ, ശരിക്കും നിങ്ങളാണ് ഈ സിനിമയിലെ നായകൻ. നായകൻ എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ആന്റി ഹീറോ വല്ലതും. പക്ഷേ ഈ വെറുപ്പിക്കൽ ക്യാരക്ടർ ഇടിയൻ ചന്തുവിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി മരിച്ചുകൊണ്ട് തന്നെ ഇടിയൻ ചന്തുവിന് ഭയങ്കര സങ്കടമാവും. അങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റാതെ ഇടിയൻ ചന്തു രാത്രി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുളിക്കും. ഇപ്പോൾ സങ്കടം കുറച്ച് പോയി കാണുമായിരിക്കും അല്ലേ. അങ്ങനെ എന്തായാലും ഇടിയൻ ചന്തുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകളൊക്കെ കൂടി ഇങ്ങനെ സ്കൂളിലേക്ക് വരും. പിന്നെ അവിടെ നടക്കുന്നതാണ് രാജമൗലിയുടെ RRR 2.0. മക്കളെ, മുട്ടയിലഴഞ്ഞല്ലാതെ ഇവന്മാരിൽ ഒരുത്തം പോലും ഈ കോമ്പൗണ്ട് വിട്ട് പോകരുത്. അപ്പൊ തുടങ്ങാം അല്ലേ? ഇതൊന്നും പോരാഞ്ഞിട്ട് അവസാനം ബൈസിക്കിൾ കിക്ക് ഫൈറ്റ് വരെ ഉണ്ട്. ഇതിന് പുസ്കസ് അവാർഡ് കൺഫേം. അതൊക്കെ വിടും. പക്ഷേ ഫൈറ്റിന്റെ ഇടയിൽ എന്തിനാണ് ഇവരൊക്കെ കൂടെ ഫ്ലാഷ് മോബ് നടത്തുന്നത്? അങ്ങനെ എന്തായാലും ഈ CBSE സ്കൂളിലെ പിള്ളേരൊക്കെ കൂടെ ഒരു CBSE ഫൈറ്റിലൂടെ വില്ലന്മാരെ അടിച്ചോടിക്കും. ഈ അവരാതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് പാർട്ടിന്റെ ലീഡ് കൂടെ കൊടുത്തിട്ടാണ് പടം അവസാനിക്കുന്നത്.